എന്താ രഘുവേട്ട വരാൻ താമസിക്കുന്നേ? അച്ഛനിനി കുട്ടികളായിട്ട് പഞ്ചരത്നത്തിലേക്ക് പോയി കാണൂ? ഏയ്, പഞ്ചരത്നത്തിൽ വേറെ ആരാ ഉള്ളത്? തൽക്കാലം മോൻ എന്തായാലും അവരെ അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഈ വിനയന്റെ നിലപാട് എന്താണെന്ന് ഒരു വ്യക്തതയും വന്നിട്ടില്ലല്ലോ. അവന്റെ കാര്യത്തില് ഇനി എന്ത് വ്യക്തത വരാനാ? കുട്ടികളുടെ ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതോടെ അവനിനി അവരെ തിരിച്ചു വിളിക്കലെന്നുള്ള കാര്യം ഉറപ്പായി. അത് അവൻ മാത്രം ഉറപ്പിച്ച പോരല്ലോ. ചീരുന്റെ മക്കളുടെ കാര്യത്തില് ഒരു വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. നാളെ അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ മക്കളെ നമ്മൾ തട്ടിക്കൊണ്ട് വന്നാണെന്ന് വരെ അവൻ പറഞ്ഞുണ്ടാക്കിയെന്ന് വരും. അതും പറഞ്ഞോണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ. അവന്റെ മുഖത്ത് ഞാൻ ആട്ടും. അങ്കിൾ ഒന്നും തോന്നുന്നു. അമ്പിളി, നീ അങ്കിളിന് പോയി കോഫി എടുത്തിട്ട് വാ. ഈശ്വരാ, അച്ഛന് ഞങ്ങളുടെ കാര്യത്തില് ഒരു തെറ്റിദ്ധാരണയില്ലെന്ന് ദാസങ്കളിനോട് പറഞ്ഞിട്ടുണ്ടാവണേ. എന്താ ഞങ്ങള് അമ്മാനെ കണ്ടോ? പിന്നെ ഞാൻ വീട്ടിൽ പോയില്ല. പോകുന്ന വഴിക്ക് തന്നെ വഴിയിൽ വെച്ച് അണ്ണനെ കണ്ടു. അല്ല, അപ്പൊ അമ്മാവൻ കുട്ടികളായിട്ട് ഇന്നലെ അണ്ണന്റെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലേ? അതെ അതെ. അണ്ണൻ ചീരുവിന്റെ മക്കളെ സ്വന്തം നിലയ്ക്ക് വളർത്താനുള്ള തീരുമാനത്തിലാണ്. മഞ്ചാടിയുടെ എക്സാം കഴിയുന്നവരെ അവരവിടെ നിൽക്കും. അത് കഴിഞ്ഞ് കുട്ടികളുമായിട്ട് പഞ്ചരത്നത്തിലേക്ക് മാറും. അല്ല, അങ്ങനെയാണെങ്കിൽ അച്ഛൻ അതുവരെ അവരെയും കൊണ്ട് ഇവിടെ നിൽക്കായിരുന്നല്ലോ. എന്തിനാ വെറുതെ അങ്ങോട്ട് പോയത്? ഭാനുവമ്മയെ ബുദ്ധിമുട്ടിക്കാനോ? ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അണ്ണന്റെ തീരുമാനം. അതുകൊണ്ടാണ് പുള്ളി അങ്ങോട്ട് മാറിയത്. ഭാനുമ്മയ്ക്ക് പിന്നെ മറ്റു ബാധ്യതകളും കെട്ടുപാടുകളും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്കും കുട്ടികളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ വയസ്സുകാലത്ത് കുട്ടികളായിട്ട് ചിരിച്ചു കളിച്ചിരിക്കാൻ പറ്റുന്നത് ഒരാശ്വാസമായിരിക്കും അവർക്ക്. ആ, അത് ശരിയാ. അല്ലെങ്കിലും ഭാനുമ്മയ്ക്ക് കുട്ടികളെ വലിയ ഇഷ്ടം. അവരുള്ളതുകൊണ്ട് കുട്ടികളവിടെ കുറച്ചുകൂടെ സുരക്ഷിതരായിരിക്കുമെന്ന് പറയാം. അച്ഛന് ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ അങ്ങളെ? അല്ല, ചെരുവിന്റെ മക്കളെ ഏറ്റെടുക്കുന്ന കാര്യത്തില് ഞങ്ങള് സഹകരിക്കുന്നില്ലെന്നൊന്നും അച്ഛന് തോന്നിയില്ലല്ലോ. അതിപ്പോ ഞാനെന്ത് പറയാനാ? അണ്ണന്റെ തോന്നല് പൂർണ്ണമായിട്ട് എന്നോട് പറയണമെന്നില്ലല്ലോ. എന്തായാലും നിങ്ങളെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും അണ്ണൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും രഘു അമ്പിളിയും മോളും സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ പറഞ്ഞു. ഞാനൊന്നേ ഫ്രഷ് ആവട്ടെ. കുറെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങിയതല്ലേ. അമ്പിളി, നമ്മൾ മുറിയിൽ വെച്ച് സംസാരിച്ചത് അമ്മാവൻ കേട്ടെന്ന് ഉറപ്പാ. അതിലൊരു സംശയവുമില്ല. അമ്മേ, അമ്മ അറിഞ്ഞോ? എന്തുവാ? ഏട്ടത്തി കുറച്ചു ദിവസത്തേക്ക് അവരെ വീട്ടിൽ പോയി നിൽക്കാണത്രേ. അതവള് രാവിലെ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. നിന്നോട് യാത്ര പറഞ്ഞോ അവള്? എന്നോടൊന്നും പറഞ്ഞില്ല. സത്യനോട് ശ്യാമേനോട് പറയുന്ന കേട്ടത്. ആ, ഇത് നമുക്കുള്ളൊരു പണിയാണല്ലോ അമ്മേ. എന്തു പണി?
അവള് പോയാല് ഈ വീടിന്റെ മുകളിൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അമ്മയ്ക്കത് പറയും. ഞാനല്ലേ കഷ്ടപ്പെടാൻ പോകുന്നത്. എനിക്ക് ക്ലാസ്സിന് പോകേണ്ടതല്ലേ അമ്മേ. വീട്ടുജോലിയും മോളെ നോക്കലും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എടി, രാവിലെ തന്നെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് പോയാലേ പിന്നെ കാര്യമായിട്ട് എന്താ ഇവിടെ ഒരു പണി? എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നെങ്കിലല്ലേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ പുറത്തെടുക്കുന്ന ആൾക്ക് 3 നേരത്തെ ആഹാരം അമ്മ കൊടുക്കൂ? ഓ, അതൊരു പ്രശ്നം. 2 തവണ അയാൾക്ക് ആഹാരം കൊണ്ടുപോയി കൊടുത്താലേ 3-ാമത്തെ തവണ അയാൾക്ക് വല്ല വിഷവും കലക്കി കൊടുക്കാൻ തോന്നും. ദേ അമ്മേ, വേണ്ടത്തെ പണിയൊന്നും കാണിക്കല്ലേ. അയാൾക്ക് എന്തെങ്കിലും പറ്റി അമ്മ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഹാ, നമുക്ക് നോക്കാം. അമ്മ സത്യനോട് പറഞ്ഞ് പ്രതിഭയെ കൂട്ടിക്കൊണ്ട് വന്നാലോ? എത്രയും വേഗം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് സുദിനങ്ങൾ വന്ന് പറഞ്ഞതല്ലേ. ഏയ്, അത് വേണ്ട. അനുപമയെ പോലെ അവളും ചിലപ്പോ അയാൾക്കൊരു സഹായിയായിട്ട് മാറും. ഹാ, ഈ 2 മരുമക്കളും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി അയാളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം.